അങ്ങനെ അതോടെ അവൻ അവിടെ നിന്ന് പോയതോടെ ഇവളാണ് ആ മഴയത്ത് തെന്നടിച്ചു നിന്ന് ഇവനോർത്ത് കരഞ്ഞോണ്ടിരിക്കും. അവളുടെ അടുത്ത് മുമ്പേ പറയാതെ അവസാന നിമിഷം അവൻ പറഞ്ഞോണ്ട്. അതിനുശേഷം അടുത്ത ദിവസം ഇവളുടെ കാലിലെ മുറിവെ കണ്ട് ഷൗവി അടുത്തൊന്ന് വിഷമിക്കുമ്പോഴാണ് ജിന്നാണ് റൂഷ് ഇവിടുന്ന് പോയെന്ന് പറഞ്ഞു ചോദിക്കും. അതോടെ അവളും പെട്ടെന്ന് പൊട്ടിക്കരയുമ്പം അവിടേക്ക് വന്ന് ലിന്നാണ് ഇത് കണ്ടിട്ട് അവൾ മൈൻഡ് ചെയ്ത് അവിടെ നിന്ന് പോകും. അതിനുശേഷം ഷൗമിയോട് മൊത്തത്തിൽ ഒറ്റയ്ക്കായി പോകും. അങ്ങനെ ക്യാൻറ്റീൻ വെച്ച് ലിന്നു മനഃപൂർവ്വം ഷൗമി അവോയ്ഡ് ചെയ്തിട്ട് അവളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരായിട്ടൊക്കെ സംസാരിച്ചോണ്ടിരിക്കും. അതോടെ ഇവിടെ ഷൗമി മൊത്തത്തിൽ ഒറ്റയ്ക്കായി പോകുമ്പോഴാണ് ഇത് കണ്ട് ഷൗവിയും ജിന്നും ലിയും കൂടെ അവൾക്ക് കൂട്ടിന് അടുത്തേക്ക് വന്നിരിക്കും. അപ്പോഴാണ് അവർ രണ്ടുപേരും അവൾ എന്തെങ്കിലും പറഞ്ഞ് സമ്മാനപ്പെടുത്തുന്ന ലിയോട് പറയുമ്പം അവനാണ് പെട്ടെന്ന് ഈ റൂഷ് എന്താ പറയാതെ പോയ എന്നതിന് വീണ്ടും അവനെ കുറിച്ച് ടോപ്പിക് എടുത്തുടനെ ഇവർ രണ്ടുപേരും ദേഷ്യപ്പെടും. അതിനുശേഷം അവരൊക്കെ അവൾക്ക് ഫുഡ് ഷെയർ ചെയ്ത് കൊടുത്ത് അവളെ കുറെ കെയർ ചെയ്യും. അതിനുശേഷം ഷൗമി ഓരോ ദിവസം അവന് മെസ്സേജ് ഫോൺ കോളൊക്കെ ചെയ്ത് നോക്കും. പക്ഷെ അവന്റെ ഭാഗത്താണ് റിപ്ലൈ കാണത്തില്ല. അപ്പിനാണ് അവൾ ഇതിന്റെ വിഷമിച്ച് അപ്പൊ സത്യത്തിൽ നീ ഇനി തിരിച്ചു വരത്തില്ലെന്ന് പറഞ്ഞ് ഇവള് മെസ്സേജ് ചോദിക്കുമ്പോൾ ഇവളയച്ച ഒരു മെസ്സേജ് പോലും അവൻ കണ്ടു കാണത്തില്ല. അതുകൊണ്ട് അവനോർത്ത് ഷൗമി വിഷമിച്ചാലും എന്തായാലും ഇവർ പ്രോമിസ് ചെയ്ത പോലെ കോളേജ് വെച്ച് ഒരുമിച്ച് കാണാന്ന് പറഞ്ഞിട്ട് അവൾ അതിനുവേണ്ടി നല്ലോണം പഠിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇവരുടെ +2 ഫൈനൽ എക്സാം വരുന്നതിന് മുമ്പേ സാറും ടെസ്റ്റ് പേപ്പർ നടത്തിയ റിസൾട്ടൊക്കെ ഇവർ കൊടുക്കുമ്പോഴാണ് ഷൗമിയാണ് ഈ തവണ നല്ല മാർക്ക് വാങ്ങിച്ചെന്ന് പറഞ്ഞ് സാർ അവളെ ഷെയർ ചെയ്യും. അതിനുശേഷം ഇവളും ഈ ക്വസ്റ്റിന്റെ ഉത്തരം എന്തായാലും പറഞ്ഞ് അടുത്ത രൂക്ഷയുള്ള ഓർമ്മയിൽ അവൾ ചോദിക്കും. പക്ഷെ ഇത് കേട്ട് ഇവളുടെ അടുത്ത് പരിക്കുന്നതിനാണ് എനിക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയത്തില്ലെന്ന് അവൻ അവിടെ നിന്ന് പോകും. അതിനുശേഷം ഇവളും കുറച്ച് വിഷമിച്ച് വീണ്ടും പഠിക്കാൻ തുടങ്ങുമ്പോഴാണ് ഇവളുടെ അടുത്തേക്ക് ഷൗമി വരുന്നത്. ഷൗമി യുവാൻ നിനക്ക് വേണ്ടി ലെറ്റർ അയച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടുത്തെ ഹോസ്റ്റലിൽ അത് വന്ന് കിടപ്പുണ്ടായിരുന്നു. എന്നിട്ട് അവളും കൊടുത്തിട്ട് പോകുമ്പോഴാണ് ഷൗമിയാണ് സന്തോഷത്തിൽ പെട്ടെന്ന് ഓപ്പൺ ചെയ്ത് വെക്കും. അപ്പോഴാണ് അവന്റെ കോളേജിന്റെ ഫോട്ടോയൊക്കെ തന്നെ തന്നിട്ട് ഇവളെ നേരിട്ട് കണ്ട് പറയാതെ പോയതിന് അവൻ സോറി വയ്ക്കും. കാരണം ഇവളോട് നേരിട്ട് പറഞ്ഞ് അവൾ കുറച്ച് സാഡായി കാണുന്നത് അവന് താല്പര്യമില്ലെന്ന് പറയും. അതേപോലെ രൂക്ഷി പോയ കാര്യം അറിഞ്ഞിട്ട് അവൻ എവിടെ ഉണ്ടെന്ന് പെട്ടെന്ന് തന്നെ കണ്ടെത്തി ഇവളോട് പറയാന്ന് പറയുമ്പോഴാണ് അവളാണ് കുറച്ച് സമാധാനം. അതിനുശേഷം അവനും ഇവൾക്ക് എന്തെങ്കിലും സയോണ്ട് അപ്പം തന്നെ മെസ്സേജ് അയച്ചാൽ ഇവൻ തിരിച്ച് ഫോൺ വിളിക്കുമെന്ന് പറയുമ്പം അവനാണ് പഠിത്തത്തിൽ ബിസി ആയതുകൊണ്ട് ഇവൾ അവനെ പോലെ തന്നെ ഒരു ലെറ്റർ എഴുതി കൊടുക്കും. അതിനുശേഷം ഇവരുടെ ഫൈനൽ എക്സാം വരുന്നതിന് മുമ്പ് ഇവരുടെ പ്രിൻസിപ്പൾ എല്ലാവരും വിളിച്ചിട്ട് പറയും ഒരു പക്ഷേ പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു പോയാൽ ആരും വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ ജീവിതം തീരുമാനിക്കുന്ന ഈ ഒരു +2 പരീക്ഷ ഉണ്ടെന്നല്ലെന്ന് പ്രിൻസിപ്പൾ അവരെയൊക്കെ മോട്ടിവേറ്റ് ചെയ്ത് പറഞ്ഞേക്കും. അങ്ങനെ അതിനുശേഷം ഇവരുടെ ഫൈനൽ എക്സാമും കഴിയുമ്പോഴാണ് കുറച്ച് ദിവസം കഴിഞ്ഞ് ഷൗമിയാണ് റിസൾട്ട് നോക്കാൻ വേണ്ടി അവൾ പേടിയായിട്ടിരിക്കും. അപ്പോഴാണ് അച്ഛനമ്മയും കൂടെ മോൾക്ക് മാർക്ക് കുറഞ്ഞാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അവരുടെ ആശ്വാസപ്പെടുത്തുമ്പോൾ ഇവൾക്കാണ് കോളേജ് അഡ്മിഷൻ കിട്ടുന്ന പോലെ നല്ല മാർക്കാണ് കിട്ടിയേക്കുന്നത്. ഇതോടെ അവർ സന്തോഷത്തി എങ്കിൽ പിന്നെ നീ ആഗ്രഹിച്ച പോലെ ഫിലിം അക്കാഡമി ചെന്ന് ചേരാന്ന് അവരൊക്കെ മൊത്തത്തിൽ ഹാപ്പിയാകും. അതിനുശേഷം അവളുടെ അച്ഛനമ്മയും കൂടെ ഈ കാര്യം ബന്ധുക്കളൊക്കെ വിളിച്ച് പറയുമ്പോഴാണ് ഇവളാണ് അതേസമയം രൂക്ഷ ഓർത്തായിരിക്കും വിഷമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവള് മൂണിനെ കണ്ടിട്ട് അന്നേ ഒരു പ്രോമിസ് ചെയ്ത കാലിച്ച് വെക്കും. രൂക്ഷി ഇപ്പോഴും മൂണിനെ കാണാൻ ബ്യൂട്ടിഫുള്ളാ, പക്ഷെ നീ ഇപ്പൊ എവിടെ ഉള്ള എന്നിട്ട് ഇവൾ അവനെ കുറെ മിസ് ചെയ്യും. അങ്ങനെ അതിനുശേഷം ഇവരെല്ലാം സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട് പോകുമ്പോഴാണ് അറിയാതെ ഷൗമിയാണ് ലിന്നിനെ തട്ടിയിടും. അതുകൊണ്ട് അവൾ സോറി അയക്കുമ്പോഴാണ് ലിന്നാണ് ഇത് കണ്ടിട്ട് ഓ അതൊന്നും കുഴപ്പമില്ല, നിനക്ക് ഫിലിം അക്കാഡമി അഡ്മിഷൻ കിട്ടി ഞാൻ അറിഞ്ഞായിരുന്നില്ല, കൺഗ്രാചുലേഷൻ എന്നിട്ട് അവൾ പറയുമ്പോഴാണ് ഷൗമിയും ലിൻ താങ്ക്സ്, നിനക്ക് നല്ല കോളേജ് അഡ്മിഷൻ കിട്ടി അറിഞ്ഞായിരുന്നില്ല എന്നിട്ട് ഇവളും പറയുമ്പോഴാണ് ലിന്നാണ് സന്തോഷത്തി പക്ഷെ എന്റെ ആഗ്രഹം കോളേജ് കഴിഞ്ഞിട്ട് ജർമ്മനി ചെന്ന് പഠിക്കുന്നതെന്ന് പറയും. കാരണം അവിടാണ് യുവാനുള്ളത്. അങ്ങനെ അതും പറഞ്ഞ് അവളോടൊന്ന് പോയതോടെ ഇവിടെ ഷൗമി ബാക്കിയുള്ളവരായിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകും. അപ്പോഴാണ് സൈഡിൽ നിന്നെല്ലാം രൂക്ഷ്യം കാണുന്നത്. പക്ഷെ ഇവള് നോക്കുമ്പോൾ അവനാണ് അവിടെ കാണത്തില്ല. അതിനുശേഷം ഇവർ അവസാനമായിട്ട് ഫെയർവെല്ലായിട്ട് എല്ലാരും കൂടെ ഒരുമിച്ച് ഫോട്ടോ എടുക്കും. അങ്ങനെ ഇപ്പൊ ഒരു 10 വർഷം കഴിഞ്ഞ് ഇപ്പൊ ഷൗമിയും കുറെ വർഷത്തിന് ശേഷം രൂക്ഷ്യം നേരിട്ട് കാണുന്ന പോലെ അവളാണ് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കും. കാരണം ഈ 10 വർഷമായിട്ട് അവൻ തിരിച്ച് വന്നിട്ടേ ഇല്ല. അപ്പോഴായിരിക്കും ഇവളുടെ മാനേജർ ഫോൺ വിളിച്ച് ഉറങ്ങിയതൊക്കെ മതി എന്ന് പറഞ്ഞ് ഇവളെ കമ്പനിയിലേക്ക് വിളിക്കും. അതോടെ അവളും ധൃതിയായിട്ട് അവിടേക്ക് ഓടി ചെന്നിട്ട് ഞാൻ കഥ ഇപ്പൊ തന്നെ തീർത്തരാന്ന് പറഞ്ഞ് അവൾ എഴുത്ത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ അവരാണ് ഇവളോട് പറയും ഷൗമി ഞാനിപ്പോ നിന്നെ ഇവിടേക്ക് വിളിച്ചത് കഥ എഴുതാനല്ല, നീ എടുക്കാൻ പോകുന്ന ഒരു സിനിമയിലെ കഥയില്ലേ അതിന് ചേരുന്ന പോലെ കുറച്ച് ഹീറോസിനെ ഞാൻ ഇവിടെ വിളിച്ചോണ്ട് വന്നിട്ടുണ്ട്. പക്ഷേ ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ നിന്റെ കഥയിലെ ഹീറോ രൂക്ഷിയെ പോലെ തന്നെ ഇവന്റെ പേര് രൂക്ഷി എന്നാ, കാണാനും നല്ല ഹാൻസമാ, നമുക്കാണ് ഇവന് ഹീറോ ആക്കിയല്ലോ. ഏതിന് അവർ പറയുമ്പോഴാണ് ഇവള് പെട്ടെന്ന് ഇമോഷണൽ ആയിട്ട് ഓ മാം കാണാൻ ഹാൻസമാന്ന് പറഞ്ഞ് നമ്മുടെ സിനിമ എടുക്കാൻ പറ്റുമോ, എന്റെ ഇമാജിനേഷന് ഞാൻ ക്യാരക്ടറിന് വേണ്ടി കുറച്ച് ആൾക്കാർ സെലക്ട് ചെയ്യണം, അതുകൊണ്ട് ഹാൻസമാന്ന് പറഞ്ഞൊന്നും എനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എന്റെ കഥ കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ വേണ്ടി ഞാൻ തിരിച്ച് എന്റെ വീട്ടിലെ തന്നെ പോകാൻ തീരുമാനിച്ചു. അവിടെ ആകുമ്പോൾ എന്നെ ശല്യപ്പെടുത്താനും കാണത്തില്ലല്ലോ. ഏതിന് ഇവള് പറയുമ്പോഴാണ് അവരും അത് നല്ല ഐഡിയ, എങ്കിൽ പിന്നെ ഞാൻ അവിടെ ചെന്ന് സ്ക്രിപ്റ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്യും, കൂടാതെ ഈ കഥ നിന്റെ ആന്ന് പറഞ്ഞില്ല, അതുകൊണ്ട് നമുക്ക് അവിടെ വെച്ച് തന്നെ ഷൂട്ടിംഗ് ചെയ്യാം. ഏതിന് ഇവരും പറഞ്ഞ ഉടനെ അവളാണ് സന്തോഷപ്പെടും. അതിനുശേഷം ഷൗമി അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് ഇവള് പോയ അതേ സമയത്തായിരിക്കും രൂക്ഷയാണ് ഒരു ആക്ടറായിട്ട് അവൻ ആ കമ്പനിയിലേക്ക് വരുന്നത്. പക്ഷെ ഇവന്റെ ഫാൻസ് ഒക്കെ ചുറ്റി നിൽക്കുന്നുണ്ട്, ഇവനാണ് അവളെ കാണത്തില്ല. അതിനുശേഷം ഷൗമിയും തിരിച്ചവളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ തന്നെ ഇവനെ കുറിച്ചായിരിക്കും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവര് മുമ്പ് ഡീൽ ചെയ്ത പോലെ ഇവള് റൈറ്ററായിട്ട് മാറി, അതേപോലെ അവന്റെ പ്രോമിസ് കീപ്പ് ചെയ്യുമെന്ന് പറഞ്ഞ് ഇവളും വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് ഇവളെ കണ്ട് സന്തോഷത്തി അച്ഛനമ്മയും കൂടെ അടുത്തേക്ക് ഓടി ചെല്ലും. ഷൗമി നീ മൊത്തത്തിൽ ക്ഷീണിച്ചോയല്ലേ, നീ ഫുഡ് കഴിക്കുന്ന നല്ല വെള്ളം കുടിച്ച് ജീവിക്കുന്നു എന്നിട്ട് അമ്മയെ കുറെ കെയർ ചെയ്യുമ്പോൾ അച്ഛനാണ് ആദ്യം നിന്നെ മൊബൈൽ എടുത്തിട്ട് കുറച്ച് പയ്യന്മാരുണ്ടെന്ന് പറഞ്ഞ് കല്യാണത്തിനെ കുറിച്ച് സംസാരിക്കും. ഇതോടെ അവള് മൊത്തം ടെൻഷൻ ആകുമ്പോൾ അമ്മയാണ് വന്നപ്പോഴേ തുടങ്ങിയെന്ന് പറഞ്ഞ് അവള് റൂമിലേക്ക് പോകാൻ പറയും. അതിനുശേഷം അവള് റൂമിലേക്ക് ചെന്നിട്ട് ഇവള്
രൂക്ഷയും തമ്മിലുള്ള മെമ്മറീസ് ഒക്കെ ഒരു ബോക്സിനകത്ത് സേവ് ചെയ്ത് വെച്ചാണ്. അങ്ങനെ അതൊക്കെ അവൾ ഇപ്പൊ എടുത്തു നോക്കി അവനെ കുറിച്ച് ഓർത്തോണ്ടിരിക്കുക. അപ്പനാണ് അതേസമയം ഇവളുടെ കൂട്ടുകാരി ഷവ്യും ഫോൺ വിളിച്ച് അവളും ജിന്നും കൂടെ കല്യാണം കഴിക്കാൻ പോകുന്ന പറയും. ഇത് കേട്ട് ഷവ്മി സന്തോഷപ്പെട്ടിട്ട് അവളിപ്പോ നാട്ടിലേക്ക് വന്നേളെന്ന് പറയുമ്പോൾ ഇത് കേട്ട് ഷവ്യും എന്നിട്ടാണ് നീ ഞങ്ങളോടൊന്നും പറയാത്തന്ന് അവളാണ് സന്തോഷിച്ച് ഇവളെ വഴക്ക് പറഞ്ഞിട്ട് ഇന്ന് എല്ലാരും വിളിച്ച് പാർട്ടി ചെയ്യാൻ പോകുന്ന പറയും. അങ്ങനെ അതുകൊണ്ട് ഇവരെല്ലാരും കൂടെ ഒരു ഗെറ്റ് ടുഗദർ പോലെ ഒരു റെസ്റ്റോറന്റ് വെച്ച് മീറ്റ് ചെയ്യും. അങ്ങനെ ഷവ്യും ഷവ്മിയെ കണ്ട് സന്തോഷിച്ചിരിക്കുമ്പോഴാണ് അവിടേക്ക് വരുന്ന ജിന്നും ഷവ്വി കല്യാണം കഴിക്കാൻ പോകുന്ന ഇപ്പൊ നീ സിംഗിൾ ആണെന്ന് പറഞ്ഞ് അവൻ അതിനെ കുറിച്ച് തിരക്കും. ഇതോടെ ഷവ്യാണ് ഇതൊക്കെ എന്തിനാണ് നീ ചോദിക്കുന്നതെന്ന് പറഞ്ഞ് അവളെ അകത്തേക്ക് പറഞ്ഞു വെച്ചിട്ട് ഇവനോട് ദേഷ്യപ്പെടും. അതിനുശേഷം ഷവ്മി അകത്തേക്ക് കയറി വരുമ്പോഴാണ് ഇത് കണ്ട് ലിയാനെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് ഓ നമ്മുടെ റൈറ്റർ എത്തി, എന്റെ അടുത്തേക്ക് വന്നിരി, ഞാൻ എന്റെ വൈൻ നിനക്ക് പരിചയപ്പെടുത്തരാം. ഇതിന് അവനും പറയുമ്പോഴാണ് ഇവരെല്ലാം അവനെ കളിയാക്കി എടാ ലീ നിന്റെ ബിസിനസ് ഒന്നും ഇതുവരെ വിട്ടില്ല, വന്നപ്പോ തൊട്ടേ ഞങ്ങളെല്ലാവരും വൈൻ കുടിപ്പിച്ച് കൊന്ന്, ഇവൻ പുതിയതായിട്ട് വൈൻ ബിസിനസ് തുടങ്ങിയേക്കുക, ഇവന് സെയിൽസ് ആക്കാൻ നമ്മളെ കിട്ടിയുള്ളൂ. ഇതിന് അവരൊക്കെ പറയുമ്പോൾ ലിയാനെ ഒന്ന് മൈൻഡ് ചെയ്യാതെ ഷവ്മി അവര് പറയുന്നൊന്നും കേൾക്കണ്ട, നീ പുതിയ സിനിമ എടുക്കാൻ പോകുന്ന അറിഞ്ഞല്ലേ, എങ്കിൽ പിന്നെ എന്റെ വൈനൊന്ന് സെയിൽസ് ആക്കി തരാം, നിങ്ങളുടെ ഷൂട്ടിംഗ് സ്പോട്ടിലേക്ക് ഞാൻ തന്നെ എല്ലാം കൊണ്ടുവരാം. എന്നിന് ഇവനും പറയുമ്പോഴാണ് അവിടെ നിന്ന് യുവാന്റെ കൂട്ടുകാരിയാണ് എടാ മരമണ്ട, എന്റെ ഈ വലിയ റെസ്റ്റോറന്റ് നിന്റെ ഒന്നിനും കൊള്ളാത്ത വൈൻ വിറ്റ് തന്നെ വലിയ സംഭവം, ഇപ്പൊ നീ അവളുടെ ഡ്രാമയും കൂടെ കൊളവാക്കാൻ നോക്കുന്നു. എന്നിന് ഇവളും കളിയാക്കുമ്പോഴാണ് ഷവ്മിയാണ് ഇത് കടിച്ചിരിച്ചിട്ട് ആ ലീ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ വേണേ പ്രൊഡ്യൂസറിനെ വിളിച്ചറിയാം, നീ അദ്ദേഹത്തിനോട് എത്രന്ന് വെച്ചാൽ മണി സെറ്റിൽ ചെയ്തോ. എന്നിന് ഇവള് പറഞ്ഞ ഉടനെ അവനാണ് ഷോക്കാവും. എന്തോ യു മീൻ പൈസ? സോറി ഞങ്ങൾ അങ്ങനെ പൈസക്കൊന്നും ബിസിനസ് ചെയ്യാറില്ല, നിങ്ങൾ ഫ്രീ ആയിട്ട് ഇതൊന്നും വിറ്റായിരുത്തില്ല, ഫ്രീ ആയിട്ട് വിറ്റെന്ന എന്റെ പൊന്നളിയ പിന്നെ എന്റെ പണിയാവും. ഏതിന് അവരെ കളിയാക്കുമ്പോഴാണ് ഇത് കണ്ട് ജിന്നാണ് അളിയ നീ ഒന്ന് വിഷമിക്കണ്ട, എന്റെ കല്യാണത്തിന് ഞാൻ നിന്റെ അടുത്ത് തന്നെ വായി വാങ്ങിക്കത്തുള്ളൂ, നീ പറ്റുന്നത്ര ലാഭം എടുത്തോളന്ന്. ഏതിന് ഇവനും പറഞ്ഞ ഉടനെ ലീയാണ് ഹാപ്പി ആയിട്ട് ഓ നീ എന്റെ കൂട്ടുകാരനല്ലേ, നിനക്ക് ലാഭമൊന്നുമില്ല, നിനക്ക് 20% ഓഫർ. ഏതിന് അവരൊക്കെ ഒരുമിച്ച് സംസാരിക്കുമ്പോഴാണ് ലീയാണ് അവരോടൊക്കെ അത് പിന്നെ ഇന്നലെ ഞാൻ എയർപോർട്ടിൽ പോയപ്പോ ഞാൻ രൂക്ഷയെ കണ്ടായിരുന്നു, അവൻ എന്തോന്ന് ആർക്കെങ്കിലും അറിയാം. ഏതിന് ഇവനും ചോദിച്ചോടെ ഷവ്മിയാണ് അപ്സെറ്റ് ആയിരിക്കുന്നുണ്ട്. ഇവരെല്ലാം ലീയോട് ദേഷ്യപ്പെടും. അതിനുശേഷം യുവാന്റെ കൂട്ടുകാരിയും ഇന്ന് അവളുടെ ചെലവെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ഇഷ്ടപ്പെട്ടേ കഴിക്കാൻ പറയും. അപ്പോഴാണ് അതേസമയം ഷവ്മിയും രൂക്ഷ വരുമല്ലോ എന്ന് പറഞ്ഞ് അവന് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അതിനുശേഷം ഇവരെല്ലാരും കൂടെ യുവാനെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് ഷവ്യാണ് യുവാനും ലിന്നും കൂടെ ഇപ്പൊ കപ്പിൾസ് ആന്ന് പറയും. കാരണം കഴിഞ്ഞ 2 വർഷമായിട്ട് ലിൻ യുവാന്റെ കൂടെ റിലേഷൻഷിപ്പ് ഉള്ള പോലെ സ്റ്റാറ്റസ് കിട്ടോണ്ടിരിക്കുന്നത്. അങ്ങനെ അതും പറഞ്ഞ് ഇവരെല്ലാരും കൂടെ യുവാന്റെ കൂട്ടുകാരി നോക്കുമ്പോൾ അവളാണ് ഷോക്കായിട്ട് എന്തുകൂടെ എല്ലാരും എന്നെ നോക്കുന്നത്, അത് സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് ക്രഷ് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴും ഞാൻ പഴയതുപോലെ ഒന്നല്ല. ഏതിന് അവളും പറയുമ്പോഴാണ് അവിടേക്കാണ് ലിൻ വരും. സോറി ഫ്രണ്ട്സ് ഞാൻ വരാൻ കുറച്ച് ലേറ്റായി, യുവാൻ ജർമ്മനി കുറച്ച് ബിസി, അതുകൊണ്ട് അവൻ വരത്തില്ലെന്ന് നിങ്ങളോടൊക്കെ പറയാൻ പറഞ്ഞു. എന്നിന് ഇവളും വന്ന ഉടനെ ഇവിടെ കൂട്ടുകാരിക്കാണ് വീണ്ടും ദേഷ്യമാകും. കാരണം അവൾ ചുമ്മാ പറഞ്ഞ യുവാനെ മറന്നെന്ന്. അപ്പോഴാണ് പെട്ടെന്ന് ലീ അടുത്തേക്ക് ഓടി ചെന്നിട്ട് മേഡം അകത്തേക്ക് കയറുക, നിങ്ങൾക്ക് ഞാൻ വൈൻ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. എന്നിന് അവനും പറഞ്ഞ ഉടനെ ഇവന്റെ ശല്യം സഹിക്കാൻ പറ്റുന്നില്ലെന്ന് അവരൊക്കെ പുകഞ്ഞായിരിക്കും. അപ്പോഴാണ് ലിന്നും അലി ഞാൻ ജോലി ചെയ്യുന്ന കമ്പനി ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്, നിന്റെ വൈനൊക്കെ ഞാൻ അവിടെ ഫുള്ളും വിറ്റ് തരാം. എന്നിന് ഇവളും പറഞ്ഞ ഉടനെ അവനാണ് മൊത്തത്തിൽ ഹാപ്പി ആകും. അതിനുശേഷം അവളും പെട്ടെന്ന് ഷവ്മി എന്ന് പറഞ്ഞ അവൾ ഹഗ് ചെയ്യുമ്പോൾ ഷവ്മിക്കാണ് മൊത്തത്തിൽ ഷോക്ക് ആയിരിക്കും. കാരണം അവസാനമായിട്ട് ഇവളിന്ന് മൈൻഡ് ചെയ്ത് പോയതാ. പക്ഷെ ഇപ്പോഴാണ് ലിൻ നിന്റെ ജോലിയൊക്കെ എങ്ങനെ വന്നു പറഞ്ഞ് അവൾ പെട്ടെന്ന് രൂക്ഷയെ കുറിച്ച് തിരക്കും. ഇതോടെ അവരെല്ലാരും കൂടെ സൈലന്റ് ആകുമ്പോഴാണ് ലിന്നാണ് അപ്പൊ ഈ 10 വർഷത്തിൽ രൂക്ഷ നിനക്ക് മെസ്സേജ് പോലെ അയച്ചില്ലെന്ന് ചോദിക്കും. അപ്പോഴാണ് യുവാന്റെ കൂട്ടുകാരൻ ഇതെല്ലാം കണ്ടിട്ട് എന്തുകൊണ്ട് നിനക്കൊന്നും അറിയത്തില്ല, നിന്റെ സ്വഭാവം ഇപ്പോഴും മാറിയിട്ടില്ലല്ലോ, അവളെ മനപ്പുറം വിഷമിപ്പിക്കാൻ വേണ്ടിയാണ് നീ ഇതൊക്കെ ചോദിക്കുന്നത്. ഓ സോറി ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ, കാരണം യുവാന് രൂക്ഷയെ കുറിച്ച് എന്നോട് സംസാരിച്ചിട്ടൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ഷവ്മിയോടും തിരക്കി നോക്കിയത്. എന്നിട്ട് ഇവളും പറയുമ്പോഴാണ് ഇത് കേട്ട് ഷവ്മിയും ഓ അതൊന്നും കുഴപ്പമില്ല, എന്തായാലും ഈ 10 വർഷത്തിൽ നീ എന്നെ ഫോൺ വിളിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാനൊന്നും വലിയ കാര്യമായിട്ട് എടുക്കത്തില്ല, ഇനി ഒരേ രൂക്ഷ ആരെങ്കിലും കാണുവാണ് നിങ്ങൾ അപ്പം തന്നെ എന്നോടൊന്ന് പറയണം, എനിക്ക് അവനോട് എന്റെ ദേഷ്യമെല്ലാം തീർക്കാനുണ്ട്. എന്നിട്ട് അവൾ ഇതൊക്കെ തമാശയായിട്ട് എടുക്കും. പക്ഷെ അകത്താണ് അവൾക്ക് നല്ലോണം ഹേർട്ടായി. അതുകൊണ്ട് അവൾ വാഷ്റൂമിൽ പോയിട്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് രൂക്ഷയെ കുറിച്ച് ഓർത്ത് വിഷമിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇവളെ കോളേജിൽ ഇന്നും വരുന്ന ഷവ്മി സോറി എനിക്ക് രൂക്ഷയെ കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു, ഞാൻ വിചാരിച്ചു നിങ്ങൾ രണ്ടും ഒന്നേറുന്നതാണെന്ന്. എന്നിട്ട് അവളും പറയുമ്പോഴാണ് ഷവ്മിയാണ് ദേഷ്യത്തി നിനക്ക് ഇന്നൊരു ആക്ടിങ് നിർത്തിക്കൂടെ, ഞാൻ രൂക്ഷയെ കണ്ട എന്ത് കണ്ടില്ല നിനക്കെന്ത്, അതിനെ ഓർത്ത് ഞാൻ വിഷമിച്ചോളാം, എന്തായാലും നീ തിരക്കിന് താങ്ക്സ്. എന്നിട്ട് അവളും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇവരെല്ലാരും കൂടി ചുറ്റിക്കുമ്പം ഷവ്മിയാണ് സന്തോഷത്തി രൂക്ഷ എന്ന് പറഞ്ഞ് അടുത്തേക്ക് ഓടി ചെല്ലും. പക്ഷെ വന്നേക്കുന്ന യുവാനായിരിക്കും. അങ്ങനെ അവനെ കണ്ടിട്ട് കുറെ വർഷമെന്ന് പറഞ്ഞ് അവളെ ഹഗ് ചെയ്യുമ്പോൾ ഇവനെ കണ്ട് സന്തോഷമാണെന്ന് പറഞ്ഞ് ഷവ്മിയും പറയും. അങ്ങനെ ഇവരെല്ലാം ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴാണ് ലിന്നാണ് അവിടേക്ക് വരുന്നിട്ട് ഓ യുവാൻ നീ ഇവിടെ വന്നത് ലിന്നി ഷോക്കായി കാണും തോന്നില്ല, കാരണം നീ വരത്തില്ലെന്ന് അവളോട് പറഞ്ഞയച്ചായിരുന്നു. എന്നിട്ട് യുവാന്റെ കൂട്ടുകാരും ചോദിക്കുമ്പോഴാണ് അവനാണ് ഇത് കൂടി ഷോക്കായാലും പെട്ടെന്ന് ലിന്റെ അടുത്തേക്ക് ചെല്ലും. സോറി ഗായ്സ് ഞാൻ ഈ തവണ ഇവിടേക്ക് വന്നത് നിങ്ങളെ സർപ്രൈസ് ചെയ്യാൻ മാത്രമല്ല ലിന്നിനും കൂടെ സർപ്രൈസ് ചെയ്യാൻ, അതുകൊണ്ട് ഞാൻ വരത്തില്ലെന്ന് അവളോട് ചുമ്മാ കള്ളം പറഞ്ഞു. എന്നിട്ട് അവനും അവൾ നാണം കളിക്കാൻ വേണ്ടി ചുമ്മാ ആക്ട് ചെയ്യും. അതിനെ ശിവഎല്ലാരും കൂടെ ലീയുടെ വൈൻ കുടിക്കാൻ പോകുമ്പോഴാണ് ലിന്നാണ് ഇത് യുവാൻ അലർജി എന്ന് പറഞ്ഞ് തടയും. അപ്പോഴാണ് ലീയും എന്തുവാണ് നിങ്ങളൊക്കെ മനപ്പൂർവ്വം എന്നോട് വിളിച്ച് കളിയാക്കണോ, ഇവൻ എന്റെ വൈൻ കുടിച്ചേ പറ്റത്തുള്ളൂ. എന്നിട്ട് അവനും പറഞ്ഞ ഉടനെ യുവാനൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അവനതെടുത്തും കുടിക്കും. അതിനുശേഷം ഷവ്മിയും നീ ലിന്നും തമ്മിൽ വലിയ പണക്കൊണ്ടെന്ന് പറഞ്ഞ് അവൾ അതിനെക്കുറിച്ച് തിരക്കുമ്പോൾ ഇവനാണ് അതിന് ഉത്തരം പറയാതെ ഷവ്മി ഞാനിപ്പോ ഇവിടേക്ക് വന്നത് നമ്മളെന്ന് പ്രോമിസ് ചെയ്തോല്ലേ, നീ മറന്നുപോയോ, നമ്മളൊക്കെ വീക്കെൻഡ് ഡേയ്സ് ഒരുമിച്ച് നിന്ന് ഫുഡ് കഴിക്കുന്നു പറഞ്ഞായിരുന്നില്ല. എന്നിട്ട് ഇവനും പറയുമ്പോഴാണ് അവളും ഓ ഞാനൊന്നും മറന്നിട്ടില്ല, പക്ഷെ രൂക്ഷി മാത്രമേ മറന്നുള്ളൂ. എന്നിട്ട് അവളും പറയുമ്പോഴാണ് ഇത് കേട്ട് അവനും അവനെ കുറിച്ച് എനിക്കൊരു പിടിയില്ല ഷവ്മി, അവന്റെ അമ്മയുടെ സർജറിക്ക് എന്റെ പാരന്റ്സ് കുറെ പൈസ കൊടുത്ത് സഹായിച്ചായിരുന്നു,
ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം അവൻ തിരിച്ചെന്ന്. അതിനുശേഷം അവന്റെ ഒരു വിവരം എനിക്ക് കിട്ടിയിട്ടില്ല. ഏതിന് അവനും പറഞ്ഞോട് അവളും വിഷമിച്ച്. എനിക്ക് മനസ്സിലാവും അവന്റെ സിറ്റുവേഷനൊക്കെ. പക്ഷെ ഇത്രയും വർഷത്തിൽ എന്റെ മെസ്സേജിന് അവൻ റിപ്ലൈ പോലും തന്നില്ല. കൂടാതെ അവന്റെ ഫോൺ നമ്പർ മാറ്റി. ഒരു ദിവസം അവൻ എന്നോട് ഇഷ്ടമില്ലെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ പോരെ. ഏതിന് അവളും പഴയതൊക്കെ ഓർത്ത് നോക്കും. ഇവള് ഫിലിം അക്കാഡമി പോയതിനു ശേഷം അവനവിടെ പഠിക്കാൻ വന്നാണത്തില്ല. അങ്ങനെ വിളിച്ചാൽ പോലും ഫോൺ എടുക്കത്തുണ്ട്. അവൾ ഇത്രയും വർഷം അവനെ കുറിച്ച് ഓർത്ത് വിഷമിച്ചോണ്ടിരുന്ന. അങ്ങനെ ഇത് മനസ്സിലാക്കി യുവാൻ അവളെ ആശ്വാസപ്പെടുത്തുമ്പോൾ അവിടേക്കാണ് ലിന്നും വരും. ഷൗമി ഞങ്ങൾ വീട്ടിൽ പോകണ്ട്, നിന്നെയും കൊണ്ടാക്കണം എന്നിന് ഇവള് വയ്ക്കുമ്പോൾ ഷൗമി ഒന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകും. അതിനുശേഷം ലിന്നി യുവാനെ വിളിച്ചിട്ട് പോകാൻ നോക്കുമ്പോഴാണ് അവനാണ് ലിന്നിനെ പിടിച്ച് മാറ്റി നിർത്തും. കാരണം ഇവരുടെ ഒരു കപ്പിൾസ് ഒന്നല്ല. അപ്പോഴാണ് അവൾ അവനോട് യുവാൻ എനിക്ക് ഒരു ചാൻസും കൂടെ തന്നോടെ, നമുക്ക് അതിനെ കുറിച്ച് ഇപ്പോൾ സംസാരിക്കാം എന്നിന് ഇവൾ അവനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോകും. അങ്ങനെ അതോടെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തിരുന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയിലേക്ക് ഇട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണാം. Shiv Edits.